कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 176. ദ്വിവിധവധം, ഹസ്തിനപുരി ഗംഗയിലേക്ക് മറിച്ചിടാനുള്ള വിക്രമം തുടങ്ങി ബലരാമന്റെ പരാക്രമം വിശദീകരിച്ച ശേഷം ശുകമുനി ഭഗവാന്റെ ലീലകൾ നേരിട്ട് കണ്ട് നാരദമുനി അമ്പരന്ന കഥ പറഞ്ഞു തുടങ്ങി. കനിഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരനെ രാജസൂയ യജ്ഞം നടത്താൻ ആഗ്രഹം തോന്നിയത് ഇക്കാലത്തായിരുന്നു. ഈ യജ്ഞത്തിൽ യജ്ഞാചാര്യനായി ശ്രീകൃഷ്ണനെ തന്നെ പൂജിക്കണം എന്നും ഉദ്ദേശിച്ചു. ഇങ്ങനെയെല്ലാം ആഗ്രഹം തോന്നുന്നു എന്ന വിവരം ശ്രീകൃഷ്ണനെ അറിയിക്കാനായി സാക്ഷാൽ നാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ അപേക്ഷിച്ചു. ഈ അപേക്ഷ കേട്ടാണ് നാരദ മഹർഷി ദ്വാരകാപുരിയിലെത്തിയത്. ദ്വാരകാപുരിയിലെത്താറായപ്പോൾ നാരദർക്ക് സംശയം തോന്നി. ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഈ 16,008 പത്നിമാർക്കൊപ്പം കുടുംബജീവിതം നയിക്കുക? എങ്ങനെയാണ് ഈ കുടുംബങ്ങൾ സംതൃപ്തമായിരിക്കുക? ഏത് പത്നിയോടാവും കൃഷ്ണന് കൂടുതൽ സ്നേഹം? ഇതെല്ലാം നേരിട്ട് കണ്ട് തീരുമാനത്തിലെത്താൻ തന്നെ നാരദൻ തീരുമാനിച്ചു. ശ്രീകൃഷ്ണൻ അറിയാതെ ഈ വീടുകളിലെല്ലാം സന്ദർശിക്കാൻ തന്നെ അദ്ദേഹം തുനിഞ്ഞിറങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പ്രധാന പത്നിയായ രുക്മിണിയുടെ ഗൃഹത്തിലേക്കാണ് ആദ്യം നാരദ മഹർഷി എത്തിയത്. അവിടെ രുക്മിണിയുമായി സംസാരിച്ചുകൊണ്ട് വിശിഷ്ടമായ ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ. നാരദ മഹർഷിയെ കണ്ടപാടെ ബഹുമാനപൂർവം വാതിൽപ്പടിയോളം ഓടിയെത്തി മഹർഷിയുടെ കാൽക്കൽ നമിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ദ്വാരക ഇതാ ധന്യമായിരിക്കുന്നു. അങ്ങയുടെ ഈ സന്ദർശനം ഈ മണ്ണിനെ പവിത്രമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടോ അങ്ങയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങ് ഇന്ന് വരും എന്ന് എന്തുകൊണ്ടോ എന്റെ മനസ്സ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് മഹർഷിയുടെ കാൽ കഴുകി ജലം ഭക്തിയോടെ ശിരസിൽ തെളിച്ച് വിശിഷ്ടാസനം നൽകി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ആദരിച്ചു. രുക്മിണിയാവട്ടെ അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ നിരത്തി ആദരവോടെ സ്വർണചാമരം കൊണ്ട് വീശിക്കൊണ്ടിരുന്നു. ഉപചാരങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ വീണ്ടും ചോദിച്ചു: അങ്ങേക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? എന്ത് കൽപ്പന എന്നെ അറിയിക്കാനാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? മഹർഷി ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, ഭക്തരുടെ സംരക്ഷണത്തിനു വേണ്ടി അവതാരമെടുത്ത അങ്ങ് മനുഷ്യനായി നടിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. ആദിത്യമര്യാദ, ബ്രാഹ്മണ പൂജ മുതലായവയുടെ വിലയാണ് അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇതെല്ലാം മനസ്സിൽ ധ്യാനിക്കാൻ എന്നും എനിക്ക് കഴിവുണ്ടാകണം എന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഇങ്ങനെയെല്ലാം ഉപചാരം പറഞ്ഞ ശേഷം കൃഷ്ണൻ രുക്മിണിയുടെ ഗൃഹത്തിലായിരിക്കുമ്പോൾ നിശ്ചയമായും സത്യഭാമ ഈർഷ്യയിലായിരിക്കാം എന്ന ചിന്തയോടെ നാരദമുനി സത്യഭാമയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് സത്യഭാമയുടെ ഗൃഹത്തിലെത്തിയ നാരദ മഹർഷി അമ്പരന്നു. അവിടെ സത്യഭാമയ്ക്കൊപ്പം ചൂത് കളിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത്. ഏറെ നേരമായി അവർ ആസ്വദിച്ച് ചൂത് കളിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു. മുൻപത്തേതുപോലെ തന്നെ അദ്ദേഹം നാരദ മഹർഷിയെ കണ്ടതും ചാടി എഴുന്നേറ്റ് നാരദ മഹർഷിയെ വന്ദിച്ച് ഉപചരിച്ച ശേഷം ഇപ്രകാരം ചോദിച്ചു: അങ്ങൊരു മുന്നറിയിപ്പുമില്ലാതെ എപ്പോഴാണ് ദ്വാരകയിലെത്തിയത്? അങ്ങയുടെ ഈ സന്ദർശനത്തിന് എന്താണ് ഹേതുവായത്? എന്തുതന്നെയായാലും അത് ദ്വാരകയുടെ ഭാഗ്യമാണ് എന്നു വേണം പറയാൻ. ദേവർഷിയായ അങ്ങ് ദ്വാരകാനിവാസികളുടെ ആതിഥ്യമെല്ലാം സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇവിടെ കഴിഞ്ഞാലും. ശ്രീകൃഷ്ണന്റെ സ്വാഗതവചനങ്ങളെല്ലാം കേട്ട് ഇതെന്തുമായ എന്ന് മനസ്സിലോർത്ത് മഹർഷി അടുത്ത ഗൃഹത്തിലേക്ക് പോയി. അവിടെ അതാ കൃഷ്ണൻ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും ഇരിക്കുന്നു. ജാമ്പവതി തൊട്ടടുത്തിരുന്ന് മനോഹരമായി വീണ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും മറ്റൊരിടത്ത് ചെന്നപ്പോൾ പത്നിക്കും മക്കൾക്കുമൊപ്പം അന്നദാനം ചെയ്ത് ഊട്ടുപുരയിൽ നിൽക്കുന്ന തിരക്കിലായിരുന്നു കൃഷ്ണൻ. വേറൊരു ഭവനത്തിലാകട്ടെ തന്റെ പത്നിയോടൊപ്പം ധ്യാനാവസ്ഥയിൽ അമർന്നിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. അങ്ങനെ 16,008 ഗൃഹങ്ങളിലും 16,008 തരത്തിൽ ഗൃഹസ്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട അദ്ദേഹം
ഹർഷപുളകിതനായി. ശ്രീകൃഷ്ണനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, അങ്ങയുടെ മഹാകാരുണ്യം എന്നല്ലാതെ ഇതിന് എന്തു പറയാനാണ്? ഈ ദിവ്യക്രീഡകൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അങ്ങയുടെ ലീലാവിനോദങ്ങളും മായാജാലങ്ങളും പാടി സ്തുതിച്ച് ലോകമെങ്ങും സഞ്ചരിക്കട്ടെ ഞാനിനി. നാരദനോട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ദേവർഷേ, ധർമ്മത്തിന്റെ വക്താവും അതിന്റെ കർത്താവും ഞാൻ തന്നെയാണ്. അല്ലയോ പുത്ര, ധർമ്മരക്ഷാർത്ഥമാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും ഭ്രമിച്ച നാരദർ താൻ ആഗതനായതിനു പിന്നിലെ യഥാർത്ഥ കാര്യം പറയാൻ മറന്നുപോയി. യുധിഷ്ഠിരന്റെ രാജസൂയത്തിന് ക്ഷണിക്കാനാണല്ലോ നാരദർ ദ്വാരകയിലെത്തിയത്. ശുകമുനി കഥ തുടർന്നുകൊണ്ട് ഭഗവാന്റെ ദിനചര്യകളെക്കുറിച്ച് വിശദീകരിച്ചു. ശ്രീകൃഷ്ണൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കം വിട്ട് എഴുന്നേൽക്കും. കൃഷ്ണവിരഹം എന്ന മഹാസങ്കടമാണല്ലോ ഈ കോഴികൾ വിളംബരം ചെയ്യുന്നതെന്ന് കൃഷ്ണപത്നിമാർക്ക് തോന്നും. ദിവസവും എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയാണ് എല്ലാ ദിവസവും കർമ്മങ്ങൾ തുടങ്ങിയിരുന്നത്. ദേഹശുദ്ധിയോടെ കുളി കഴിഞ്ഞ് അദ്ദേഹം സ്വയം പ്രകാശിതവും അനന്തവും അനശ്വരവും പരമപവിത്രവും അന്ധകാരസ്പർശമില്ലാത്തതും ബ്രഹ്മമെന്നറിയപ്പെടുന്നതും വിശ്വസൃഷ്ടി സ്ഥിതി സംഹാര പ്രവൃത്തികളാൽ അനന്ത സാധ്യതകളെ വെളിവാക്കുന്നതുമായ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഗായത്രീ ജപത്തോടെ ഭഗവാൻ സൂര്യോദയ പൂജകളും അനുഷ്ഠിക്കുന്നു. പിന്നീട് അദ്ദേഹം സൂര്യനും സകല കാലങ്ങളിലെയും ഋഷിവര്യന്മാർക്കും പിതൃക്കൾക്കും പൂജയർപ്പിക്കും. ഇവയെല്ലാം ഭഗവാന്റെ സ്വന്തം അംശങ്ങളത്രേ. അവിടെ നിന്നും പശുക്കളെയും ബ്രാഹ്മണരെയും മുതിർന്നവരെയും മറ്റു ജീവജാലങ്ങളെയും വണങ്ങി കുറിക്കൂട്ടുകളും പുതുവസ്ത്രങ്ങളും ധരിച്ച് ഭാര്യമാർക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം എണ്ണമൊടുങ്ങാത്ത അനുഗ്രഹാശിസുകൾ നൽകിയ ശേഷം എല്ലാവരെയും സ്വാദിഷ്ടമായ ഭോജനത്താൽ സന്തുഷ്ടരാക്കുന്നു. അപ്പോഴേക്കും ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം എന്നീ 4 കുതിരകളെ പൂട്ടിയ തേരുമായി തേരാളി എത്തിയിട്ടുണ്ടാവും. സാത്യകി, ഉദ്ധവൻ എന്നിവരോടൊത്ത് മലനിരകൾക്കിടയിൽ തെളിയുന്ന സൂര്യനെപ്പോലെ ഭഗവാൻ രാജസദസ്സിലേക്ക് യാത്രയാകും. കാമ, ക്രോധ, മത, മത്സരമോഹാദികൾ പ്രവേശിക്കാത്ത സുധർമ്മ രാജസഭയിലേക്ക് ഭഗവാൻ എത്തുമ്പോൾ അവിടം ആ ദേഹകാന്തിയാൽ പ്രകാശമാനമാവും. ശ്രീകൃഷ്ണനെത്തി കാര്യവിചാരത്തിനായി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ സഭയിൽ കലാകാരന്മാരും വിദൂഷകരും കവികളും ഗായകരും നർത്തകരും അണിനിരന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കും. അതോടെ രാജഭരണ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങുകയായി. അവിടേക്ക് പെട്ടെന്ന് ഒരു ദ്വാരപാലകൻ എത്തി ഇങ്ങനെ അറിയിച്ചു: ഭഗവാനെ, അപരിചിതനായ ഒരു ദൂതൻ ഗിരിവജ്രത്തിൽ നിന്നും അങ്ങയെ കാണാൻ എത്തിയിരിക്കുന്നു. ഭഗവാന്റെ അനുമതിയോടെ സദസ്സിലെത്തിയ ദൂതനെ അതീവ ഗൗരവമുള്ള ഒരു സന്ദേശമായിരുന്നു നൽകാൻ ഉണ്ടായിരുന്നത്. ജരാസന്ധൻ അനേകം നൃപന്മാരെ ബലിമൃഗങ്ങളായി തടവിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത. ജരാസന്ധന്റെ വധത്തിലേക്ക് നയിച്ച ആ വാർത്തയുടെ കഥ നാളെ. നയനം ഗളദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധായാ ഗിരാ പുളകൈർനിർജിതം കദാ വപു തവ നാമഗ്രഹണേ